ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക അതിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റിയാക്ഷൻ ചെയ്യാം. അതിന് ശേഷം ബാക്കി സംസാരിക്കാം. டேய் பாடு, நீ எப்படா எங்க வந்த? நீ கதவை தோற, எப்படி வந்தேன்னு சொல்றேன். தோறா. He is Benjamin Joshua, ACP, Cochin City. He had a strong team and they all were well trained. He is Mr. Nobody, but definitely somebody. Classy, sleek. പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ I don't think so. Because that's too simple a word to describe him. ഇതൊരു കളിയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഈ കളിയുടെ അവസാന മോക്ഷമാണ് ഗെയിം പ്ലാൻ. മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കർമ്മത്തിന്റെ പടവുകൾ ഉണ്ടാവും. ഒപ്പം കാമത്തിന്റെ സീൽകാരം മുഴക്കുന്ന ക്ഷുദ്രശക്തികൾ നിങ്ങളെ നിമ്മതിയിലേക്ക് പതിപ്പിക്കും. ഈ കുരയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ല ബ്രോ. കുരയ്ക്കുന്ന പട്ടിയെ പോയി ഒന്ന് ഞോണ്ടി നോക്കി. പൊക്കിളിന് ചുറ്റും സർക്കിൾ ഇട്ട് നിന്റെ ആ ഡയർ ഡബിൾ ആന്റഗണിസ്റ്റ് ഇല്ലേ, അവനെ നമ്മൾ പോക്കും. ഓക്കെ, ഒരു ഗെയിം മോഡൽ മൂവി അല്ലേ? ഒരു ഗെയിം മോഡൽ മൂവി എന്ന് പറഞ്ഞപ്പോൾ ഒരു പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ അത്രക്കൊരു ഫീല് കിട്ടിയില്ല. എന്തായാലും നല്ല മേക്കിംഗ് സ്റ്റൈലാണ്. ഡെന്നിസ്, അതായത് ഡെന്നി ജോസഫിൻ്റെ മോൻ്റെ ഫസ്റ്റ് ഡയറക്റ്റാണ് മൂവി. അപ്പോൾ സ്ക്രിപ്റ്റും പുള്ളി തന്നെയാണോ? അല്ല, സ്ക്രിപ്റ്റായിട്ടാണ് ആദ്യം വന്നത്. അപ്പോൾ മമ്മൂട്ടി തന്നെ പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് തന്നെ വർക്ക് ചെയ്ത് ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്താന്നാ പറഞ്ഞത്. ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് പോലെ, ഒരു ഗെയിമൊക്കെ പോലെ. പക്ഷേ എന്താന്നൊരു അങ്ങനെ പിടി കിട്ടുന്നില്ല സംഭവം. ട്രെയിലർ അങ്ങനെ കട്ട് ചെയ്തേക്കുന്നതാണോ എന്നറിയില്ല. ഒരു പിടുത്തം തരാത്ത രീതിയിലാണ് സംഭവം. ഗെയിം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു അകപ്പെട്ട ഒരു ഇതിലുള്ള ഗെയിം എന്നുള്ള അങ്ങനത്തെ കൺസെപ്റ്റാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുപോലെയൊക്കെ രീതിയാന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത് വ്യത്യസ്ത വേറെ എന്തെങ്കിലും ക്രൈം ഇൻവെസ്റ്റിഗേഷനിലോ മിക്സ് ചെയ്ത പോലെ മൗസ് ആൻഡ് ക്യാറ്റ് ഗെയിം അങ്ങനെ വല്ലതും ആണോ എന്നാണ് ഒരു ഡൗട്ട്. ഇപ്പം എന്തായാലും പടം ഇറങ്ങുമ്പോൾ അറിയാം. എനിക്ക് അത്യാവശ്യം എനിക്കെന്താ പറയാ, ഭയങ്കര പ്രതീക്ഷ എന്നും പറയല്ല, എന്നാൽ മോശമൊന്നും പറയല്ല. ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും അഭിപ്രായം ഇറങ്ങുമ്പോൾ അറിയാം. ഇപ്പൊ പോരാത്തതിന് ഏപ്രിൽ 10 ആലപ്പുഴ ജിംഖാനം വരുന്നുണ്ട്. അതിൻ്റെയും ട്രെയിലർ കണ്ടിട്ട് നല്ല എൻ്റർടൈനർ ആയിട്ടാണ് തോന്നണം. അപ്പോൾ അതായിട്ട് ക്ലാഷാണ് പടം. അപ്പോൾ എത്രത്തോളം നിൽക്കുന്നോ പിന്നെ പറയാൻ പറ്റൂല. ഒരു ട്രെയിലർ കണ്ട് വിധി പറയാൻ പറ്റില്ലല്ലോ. ഇനി പടം ഏതാ കൊളുത്താൻ പോണെന്നും പറയാൻ പറ്റൂല. അപ്പം അത് ഇതാണ് അല്ലേ, ആലപ്പുഴ ജിംഖാനം നല്ലൊരു എൻ്റർടൈനറിൻ്റെ ആണ് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ ബോക്സ് ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ 10-ാം തീയതി അറിയാം അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വീഡിയോ അതിൻ്റെ പേരല്ലേ.
വേറെ വീഡിയോ വേണ്ടി ഇപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.